ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. ഹലോ ഹായ്, എന്തുണ്ട് വിശേഷം? ഞാനില്ലേ ഇതൊരു പെരുന്നാളിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത ഒരു വ്ളോഗാട്ടോ. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ പെരുന്നാളിൻ്റെ ഒന്ന് അടിപൊളിയായിട്ട് മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ ചിക്കനൊക്കെ കുറച്ച് എടുത്തിട്ട് കുറച്ച് ഡിഷസൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കാലിയാക്കിയത്. പിന്നെ ബാക്കി വന്നില്ലേ അതിലുള്ള ബോൺസൊക്കെ ഉള്ള ചിക്കൻ്റെ പാട്ട് അത് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറുതായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് മാത്രമായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ എന്നുള്ള ഒരു ഡിമാൻഡാണ്. ഇതിൽ ഒരുപാട് മസാലകളൊന്നും നമുക്ക് കിട്ടാൻ പാടില്ല. ഒരുപാട് ഉള്ളി, ടൊമാറ്റോ, മല്ലിച്ചപ്പ് ഇങ്ങനെയൊന്നും കിട്ടാത്ത ഒരു ബിരിയാണി ഒന്നും ഉണ്ടാക്കി തരണം. ഇത് എപ്പോഴും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന എപ്പോഴും അവിടെ ഒരു ഡിമാൻഡായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ ഇഷ്ടം പോലെയുള്ള ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അത് ഹൈദരാബാദി ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ ഉള്ളി മാത്രമല്ലേ ഉണ്ടാവും, അതും നമ്മൾ ഫ്രൈ ആക്കിയിട്ട് ഇടുന്നതുകൊണ്ട് അതിപ്പോൾ അവർക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിൽ കിട്ടുമെന്നില്ലല്ലോ. നമുക്കിങ്ങനെ ബായ്ക്കൊക്കെ ഇടുമ്പോൾ അത് കിട്ടില്ലല്ലോ, കടിക്കാനൊന്നും കിട്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച ഹൈദരാബാദി ബിരിയാണി തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ മീഡിയം സൈസിലുള്ള 3 ഉള്ളി എടുത്തിട്ടില്ലേ, നല്ല റോസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഞാൻ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, തണുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിക്കനൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉള്ളി ഫ്രൈ ആക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് ഒന്ന് മാരിനേറ്റ് ആക്കിയിട്ട് വെക്കാമെന്ന്. ഇപ്പോൾ ഇത് ഞാനൊരു രാത്രിക്കുള്ള ഭക്ഷണത്തിനാണ് റെഡിയാക്കുന്നത്. അപ്പം ഞാനിത് ഏകദേശം ഒരു 3 മണിയായ നേരത്താണ് കേട്ടോ ഇത് ഞാൻ മാരിനേറ്റ് ആക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ബിരിയാണി മസാല ആഡ് ആക്കിയിട്ടുണ്ട്. ചെറുതായിട്ടുള്ളൊരു പട്ട, പിന്നെ ഒരു നക്ഷത്ര ലീവ്സ്, പിന്നെ ഇത് 2 ഏലക്ക. അതൊരു ജസ്റ്റ് ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇതിൽ തന്നെ ഇടുന്നത്. കാരണം എക്സ്ട്രാ മസാല ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് മാരിനേറ്റ് ആക്കിയിട്ടുള്ള മസാല മാത്രമേ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് ഞാൻ 1/3 കപ്പോളം ഞാൻ ഇതിലേക്കില്ലേ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഫ്രൈ ആക്കിയിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുഴച്ച് നല്ല മിക്സ് ആക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കണം. ഇതിലെ മെയിൻ പാർട്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് മാരിനേറ്റ് ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. താഴെയാണ് മീറ്റ്, ഫ്രീസറിലല്ല വെച്ച് കൊടുക്കേണ്ടത്, താഴെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിയിലേക്കുള്ള മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ബാസ്മതി റൈസാണ്. ഇത് കുതിർത്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുക്കാക്കിയിട്ട് എടുത്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ചോറ് അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല ഒന്ന് പ്രിപ്പയർ ആക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഓയിലില്ലേ, ഞാൻ ഉള്ളി ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടില്ല ആ ഒരു ചീനച്ചട്ടിയിലുള്ള ഓയിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മസാല റെഡിയാക്കി വെച്ചിട്ടില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ ഈ പാത്രത്തിനൊക്കെ നീറ്റായിട്ട് തന്നെ കാലിയാക്കുക. എന്നിട്ട് ഇതിനെ ഒരു 70% വരെ ഒന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് ദമ്മിലൊക്കുമ്പോൾ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് 70% കുക്കാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇത് എല്ലാം ഒന്നിങ്ങനെ വിടർത്തി കൊടുത്തിട്ടില്ലേ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. തീ ഒരു മീഡിയമിൽ വെച്ച് കൊടുത്താൽ മതി. നല്ലോണം കുറച്ചിട്ടുമല്ല നല്ലോണം കൂട്ടിയിട്ടുമല്ല. ഇനി ഇത് ചോറ് ഇത് ഞാനില്ല ഒരു 70% വരെ കുക്കാക്കിയിട്ടുണ്ട്. എന്നിട്ടത് പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓയിലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇന്ന് ഞാനും കുട്ടികളും മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ചോറിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഫ്രൈ ആക്കി വെച്ച ഓനിയൻ ഇല്ലേ അതൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലെമൺ ചെറുതായിട്ടുള്ള ഒരു ലെമണായിരുന്നു, അതിങ്ങനെ സ്ക്വീസാക്കിയിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കളറായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വേണ്ടായിരുന്നു. കാരണം ഇല്ലേ എൻ്റെ മക്കൾ പറഞ്ഞത് ഇത് മുളക് പൊടിയാണ്, എന്തിനാണ് ഇങ്ങനെ ചോറിന് ചുവപ്പാക്കിയിട്ട് തന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് വേണ്ടായിരുന്നു. അങ്ങനെ ചോറ് ഞാനൊരു 25 മിനിറ്റ് വരെ ദമ്മിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇത് കുനാഫ കേട്ടോ. കുനാഫേൻ്റെ റെസിപ്പി അല്ല, കാരണം ഞാൻ ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് കുനാഫ ഉണ്ടാക്കാം, ഒരു മധുരം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഇതും കൂടിയില്ല, ഞാൻ അവരുടെ ഇഷ്ടം പോലെ ചെയ്തതാണ് കേട്ടോ.
കാരണം അവർക്ക് ക്രീമി അധികം വേണം. കുനാഫ എന്തായാലും നമ്മൾ ഈ നാട്ടിലൊക്കെ വെർമിസെല്ലിയാണ് കിട്ടുന്നത്. കുനാഫയുടെ ഡോ ഗൾഫിലൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ വെർമിസെല്ലി അവർക്ക് കടിക്കാൻ അത്ര ഇഷ്ടമില്ല. അപ്പോൾ അവർക്ക് ക്രീമി ആയിട്ടുള്ള കുനാഫ തന്നെ വേണമെന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ക്രീമി അധികം ഉണ്ടാക്കുക, ക്രീമി നല്ലോണം കുറച്ച് ലൂസിൽ ഉണ്ടാക്കുക. അങ്ങനെ വിചാരിച്ചിട്ട് ചീസിൻ്റെ ക്രീമിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള കുനാഫയാണ്. പക്ഷേ അത് പെർഫെക്ഷൻ എന്ന് പറയുന്നില്ലേ, അത് കിട്ടിയിട്ടില്ല. പക്ഷെ കുനാഫ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് കുട്ടികളുടെ ടേസ്റ്റാണ് കേട്ടോ. നേരിനെങ്കിലും സത്യം പറഞ്ഞ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് കുനാഫ നല്ല ലൂസിലുള്ള ക്രീമി ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് അധികം തന്നെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ പാനിലോട്ട് കുറച്ച് നെയ്യാണ് കേട്ടോ. ഇത് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് വെർമിസെല്ലി ഞാൻ ബട്ടറിൽ നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ലെയർ ഒന്ന് സെറ്റാക്കുന്നതാണ്. ഇനിയിപ്പോൾ കുനാഫ ഇങ്ങനെ നല്ലോണം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലില്ല ആ ക്രീമി മൊത്തം അതിൽ ഏകദേശം 2 കപ്പോളം കാണും. കപ്പളവിൽ കണക്കാക്കാൻ പോയാൽ 1.5 കപ്പ് എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും. ഇത് കുറച്ച് കൂടി പോയി കേട്ടോ. പക്ഷേ കഴിക്കാൻ നല്ല രസമായിട്ടായിരുന്നു. പെർഫെക്ഷൻ വന്നിട്ടില്ല, എന്നാലും അടിപൊളിയായി. ഇതിപ്പോൾ ഞാൻ ഗ്യാസിൽ തന്നെ വെച്ച് കൊടുത്ത് ഉണ്ടാക്കുന്നത്, ഓവനിലല്ല. എന്നിട്ട് ഇതിൻ്റെ മുകളിലും കൂടി വെർമിസെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുനാഫയുടെ വെർമിസെല്ലിയാണ് കേട്ടോ. നല്ലോണം തിന്നായിട്ടുള്ള വെർമിസെല്ല. നല്ല രസമായിട്ടോ ഇതിൽ കഴിക്കാൻ. ക്രീമി കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു അടിയിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്റ്റീൽ പാനാണ്, സ്റ്റീൽ നോൺ സ്റ്റിക്ക് പാനാണ്. അതുകൊണ്ട് തന്നെ അടിക്ക് പിടിയാൻ ചെറുതായിട്ടുള്ളൊരു കരിഞ്ഞിട്ടുള്ളൊരു ചാൻസസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തത്. എന്നാലും കുറച്ച് കരിഞ്ഞ് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കരിയലൊന്നുമല്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലുണ്ടായിട്ടുള്ള അബദ്ധങ്ങളും കാണിച്ചു തരാം. ക്രീം അധികം ഒഴിച്ച് കൊടുത്തതൊന്നും കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഫ്ലോപ്പായിട്ടില്ല, ആ ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല കളറോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബിരിയാണിയായിരുന്നു കേട്ടോ. പക്ഷേ റെഡ് കളർ ഒഴിച്ച് കൊടുത്തത് കുറച്ച് അത് മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ കളർ ഉണ്ടാക്കിയെന്ന് എൻ്റെ മക്കളുടെ വിചാരം. പിന്നെ ചെറുതായിട്ട് എൻ്റെ മുളക് പൊടിക്ക് എന്തോ ചെറുതായിട്ടുള്ളൊരു എരിവും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ മസാല കൂടിപ്പോയിട്ടൊന്നുമില്ല. ഇനി ഇതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ബിരിയാണി. അതെന്തായാലും കഴിക്കാൻ പറ്റില്ല. എന്തായാലും കുട്ടികൾ എന്തായാലും കുറച്ചല്ലേ കഴിക്കുള്ളൂ. പിന്നെ ഇല്ലേ, നമ്മളെന്തായാലും ഇറച്ചിയുടെ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ബോൺസ് ഉള്ള പീസസ് വെച്ചിട്ട് ബിരിയാണി ആക്കുമ്പോൾ കേട്ടോ നല്ല അടിപൊളി രസമാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളൊരു തവണ ഉണ്ടാക്കി നോക്കൂ. ബോൺസൊക്കെ വെച്ചിട്ട് ഇറച്ചി കഴിക്കാൻ അത്ര താല്പര്യമില്ലാത്തവർ ബോൺസ് വെച്ചിട്ട് ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിച്ച് തരണേ. അങ്ങനെ ഞാൻ പ്ലേറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കുള്ളതായിട്ടുള്ള മാത്രം പ്ലേറ്റ്സാണ്. അപ്പോൾ ഇതിലുള്ള ബാക്കി ബിരിയാണീനെ ഞാൻ പിറ്റേ ദിവസം ഉച്ചക്കേക്കുള്ള കുറച്ച് തരികിട ഒപ്പിക്കാനുള്ള പരിപാടിയില്ല. ഇതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കണേ. അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇനി കുനാഫ കഴിക്കുന്ന ആ മൂഡിലായിട്ട് നല്ല വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ കുനാഫ കഴിക്കാൻ. ഞാനിത് കമഴ്ത്തി വെച്ചിട്ടുണ്ട് മറ്റേ പാനിലോട്ട്. അങ്ങനെ ഇതാ ഇവരുടെ പ്ലേറ്റൊക്കെ റെഡിയാക്കുക കുനാഫ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട്. ഇത് എടുത്ത് നോക്കുമ്പോഴായിട്ട് നല്ല രസം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഈ പാത്രമൊന്നും ഞാൻ എടുക്കട്ടെ. പാത്രത്തിൻ്റെ ഉള്ളിൽ എന്തായാലും പെർഫെക്ഷൻ ഉണ്ടാവട്ടെ. പക്ഷെ അത് എടുക്കുമ്പോൾ എന്ന് തോന്നുന്നു എനിക്ക് അടിഭാഗത്തില്ല, ആ കുനാഫ സെറ്റില്ല, അതൊന്ന് ചെരിഞ്ഞ് പോയി കേട്ടോ. പിന്നെ ഈ ക്രീമില്ലേ, അത് കുറച്ച് അധികം ആയതുകൊണ്ട് തന്നെയാണ് ഇത് ചെരിയാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്ന് ഒപ്പിക്കാൻ ഞാൻ കുറേ ശ്രമിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. പിന്നെ ഈ പ്ലേറ്റിൽ നിന്ന് വേറെ പ്ലേറ്റിലേക്കൊന്നും നമുക്ക് സെർവിങ് ആക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പാനോട് കൂടി തന്നെ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ഇത് ഈ പാനോട് കൂടി തന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് മുറിച്ച് തിന്നത്. കുനാഫ ഇതില്ലേ, ചൂടോട് കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു, തണുത്തിട്ട് കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു. രണ്ടും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒരു ബ്രൗണിഷ് കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് നമുക്കിതിൽ പിസ്തയുടെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ക്രീം നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ച് തരാം. മൊത്തത്തിലങ്ങ് കുറേ ശ്രമിച്ചതാണ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ, പക്ഷെ പറ്റിയില്ല. കാരണം ക്രീമി കുറച്ച് അധികമായതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നല്ല രസത്തിൽ കഴിച്ചിട്ടുണ്ട്.
ഇനി ബാക്കി ഇത്രേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ പിറ്റേ ദിവസം കഴിച്ചു. അപ്പോൾ അത് അതിനേക്കാളും കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. ഇനിയിപ്പോൾ ബാക്കി വന്നതിന് ഞാൻ കുറച്ച് ഓൾട്ടർ ആക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് എൻ്റെ വിചാരം. അപ്പോൾ എന്തായാലും അതും കൂടി ഞാൻ അപ്ലോഡ് ആക്കും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ആക്കാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ആക്കി സപ്പോർട്ടാക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.